ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് തലേദിവസം രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഓട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഓവർനൈറ്റ് ഓട്സ്. അപ്പോൾ ഓട്സിൻ്റെ കൂടെ നമ്മളുടെ ചിയാ സീഡ് ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടാൽ മതി. നമ്മൾ ഇതിലേക്ക് പാലും തൈരും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ സോക്ക് ചെയ്തുകൊണ്ട് സോക്ക് ചെയ്ത് ചിയാ സീഡ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പാല്, പിന്നെ നമുക്ക് എത്രത്തോളം തൈര് വേണം അത് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് തൈരിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ തൈരാണ് കേട്ടോ കൂടുതൽ പാലിനേക്കായി ആഡ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അത് നന്നായിട്ട് സോക്ക് ചെയ്ത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഓട്സ് സെറ്റായിട്ട് വരും. പിന്നെ നമ്മൾ രാവിലെ അത് എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും ഹണിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നേഹയും കൂടി ഉണ്ട് ഇവിടെ, അപ്പോൾ അവൾക്കും കൂടിയുള്ള ഓട്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സോക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ ഇക്കാടെ മൂത്ത ബ്രദറിൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ഉമ്മാടെ സിസ്റ്റർ ഇവിടെ ഉള്ളതുകൊണ്ട് അവൾ അവിടെയായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അവളും വരുന്ന ദിവസമാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം രാത്രിയാണ്. ഇപ്പോൾ അത് മോർണിംഗ് ആയിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ ഒരു ചായയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നേഹയ്ക്ക് ചെറുതായിട്ട് ചുമയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവളുടെ ഓട്സ് ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ, തണുപ്പ് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ചുമയും പനിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ രാവിലെ തന്നെ അതേ കിളീനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഹാസിമിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, പറത്തലും പരിപാടിയൊക്കെയാണ് രാവിലെ തന്നെ. രാവിലെ അതിന് ഫുഡൊക്കെ കൊടുത്തിട്ട് തിരിച്ച് കൂട്ടിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് എന്ത് ചെയ്താൽ സമ്മതിക്കില്ല കേട്ടോ. ഭയങ്കര വാശിയും കരച്ചിലൊക്കെയാണ്. അപ്പോൾ കുറച്ച് നേരം അതിനെയും കൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരാളിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മിക്കവാറും അതിൻ്റെ ജീവൻ ഇല്ലാണ്ടാവും. അപ്പോൾ അതിനിങ്ങനെ എടുത്തിട്ട് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നന്നായിട്ട് പറക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ആൾ. 2 മാസം ആയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ വാങ്ങിയപ്പോൾ. ഇപ്പം നന്നായിട്ട് ആൾ പറക്കുന്നുണ്ട്. അപ്പോൾ ആസിം അത് മുതലെടുത്തതേ ഇങ്ങനെ പറത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നേഹയുടെ കറക്കും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ അവൾ ഒറ്റയ്ക്കാണ് പുറത്തേക്ക് പോകാറ്, മെട്രോയും ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈവനിങ് ആകുമ്പോൾ മൂത്തിക്കാട് മോളും വരുമെന്നാണ് കേട്ടോ പറഞ്ഞത്, രാത്രി ആകുമ്പോൾ. അപ്പോൾ അതേ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടുണ്ട്. ഇക്കായും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാംഗോയും ആപ്പിളും പിന്നെ ഫ്രോസൺ സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയും ബുൾസയൊക്കെ ആക്കി, പിന്നെ സോൾട്ടഡ് വെജീസൊക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി കട ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ അറബിക്ക് എന്തോ മീൻ പിടിക്കാൻ പോയപ്പോൾ ഒരു 20 കിലോയുടെ വലിയൊരു ഫിഷ് കിട്ടി. അപ്പോൾ അത് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക ജിമ്മിൽ നിന്ന് കൈയോടെ പോയി ആ മീൻ സജ്ജയെ കൊണ്ടുപോയി നന്നാക്കി ഇക്കടെ ഫ്രണ്ട്സിനും ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ബാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഫ്രഷ് ചൂരയായിരുന്നു കേട്ടോ, വെള്ളച്ചൂരയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ചൂരമീനോട് വലിയ താല്പര്യം ഇല്ല, പക്ഷെ എന്നാലും കറി വെച്ചപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. കാരണം അത്രയും ഫ്രഷ് പിടിച്ച പാടെയുള്ള മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ അതേ മസാല പുരട്ടി മാറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു. ഇപ്പോഴത്തേക്കുള്ള ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം അതേ പൊടികളും കാര്യങ്ങളെല്ലാം വഴറ്റി, ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞളും മുളകും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉപ്പും പുളിയൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ കഴുകി വെച്ച ഫിഷൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേഹ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങ ഉണ്ടായിരുന്നു, അത് കുറച്ച് പുളിയുള്ള ടൈപ്പായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പഴുത്താലേ അതിൽ ടേസ്റ്റ് ഉള്ളൂ, ബാക്കിയുള്ള സമയത്ത് ഭയങ്കര പുളിയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് മാങ്ങയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഈവനിങ് ടൈം ആയി കഴിഞ്ഞപ്പോൾ മാങ്ങ ഞാനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. ഇനി നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയമാകുമ്പോൾ കറി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ മാങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിച്ചോളുമല്ലോ. അങ്ങനെ ഫിഷും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് അത്യാവശ്യം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരമാണല്ലോ നൂഹായും വരുന്നത്. അപ്പോൾ നേഹയും പുറത്താണ്, രണ്ടുപേരും അവൾ കറങ്ങാൻ പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഇല്ല. അപ്പോൾ ഇക്കാക്ക് രാത്രിയിലത്തേക്ക് ഞാൻ ഗോതമ്പിൻ്റെ ദോശ ആക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറും മീൻകറിയും മീൻ പൊരിച്ചതും പിന്നെ കൊത്തമര ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ബാക്കി. അപ്പോൾ അതും ഒന്ന് തോരനാക്കിയിട്ടുണ്ട്.
ഇക്കായും അപ്പോൾ ജിമ്മിൽ പോയേക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ ആ ഒരു പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നൂഹ വന്നിട്ടുണ്ട്. അപ്പോൾ അവളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നേഹേനെ വന്നിട്ട് ഒരു തവണ എന്തോ കണ്ടിട്ടുള്ളൂ ജസ്റ്റ്. അപ്പോൾ അവൾ ഒരുമിച്ച് പുറത്തേക്ക് ഒന്നും ഇതുവരെ പോയിട്ടില്ല. അവൾ ഇത്രയും ദിവസം അവിടെ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നൂഹ വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നേഹയുടെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അവൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ വന്നപ്പോൾ കാരിഫോറിൽ നിന്നൊരു ക്രൊസൻറ്റ് നല്ല ഫില്ലിംഗ് ഒക്കെ ഉള്ള ചോക്ലേറ്റിൻ്റെ ഫില്ലിംഗ് ഉള്ള ഒരു അടിപൊളി ക്രൊസൻറ്റുമായിട്ടാണ് കേട്ടോ വന്നത്. എന്ന് എവിടെ പോയി വരുമ്പോഴും അവളൊരു കവറുമായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. പിള്ളേർക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേഗം കൈയോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഹാസിമ നേഹനെ കാണുമ്പോൾ തന്നെ നേഹയുടെ കയ്യിലെ കവറിൽ എന്താണെന്നാണ് കേട്ടോ തപ്പണേ. ചില സമയത്ത് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും പർച്ചേസിങ്ങും കാര്യങ്ങളാണെങ്കിലും ആ കവറും ആള് തുറന്നു നോക്കിയതിൽ ചോക്ലേറ്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പൊക്കെ വരുത്തിയിട്ടായിരിക്കും കേട്ടോ നേഹേനെ അകത്തേക്ക് വിടുന്നത്. പിന്നെ കൊണ്ടുപോകാനുള്ള ഐറ്റംസും കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പോണ വരെ ഹൈഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അതേപോലെ അവളുടെ ബ്രദേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ കാണാതെയൊക്കെ നമ്മൾ അകത്തേക്ക് കൊണ്ടെങ്കിലും പിറ്റേ ദിവസം തന്നെ ആളത് എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചിട്ടാ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബഹളമായിരുന്നു. അത് ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊടുത്തേക്കാനായിട്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ചോറും തോരനും ഫിഷ് കറി ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാ. അപ്പോൾ നൂഹായും വന്ന ദിവസം തുടങ്ങി അവൾ കുഞ്ഞുമാടെ വീട്ടിലാവുമ്പോൾ അത്യാവശ്യം സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇറച്ചിയും ബീഫും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മീൻകറിയും തൈരും കൂട്ടിയിട്ട് ആൾ നന്നായിട്ട് തന്നെ ചോറ് കഴിച്ചിട്ടാണ്. കുറേ നാളായി കഴിച്ചിട്ടെന്നും പറഞ്ഞിട്ട് ആൾക്ക് തൈര് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ രാവിലെ. അപ്പോൾ അംദാനും ഹാറൂനും കാണാതെ ഞാനിത് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് തീരും. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ അതിൻ്റെ ഒരു പീസ് കൊടുത്തേക്കാണ് കേട്ടോ. അതിൻ്റെ അകത്തുള്ള ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 2 ചോക്ലേറ്റിൻ്റെയും 1 സ്ട്രോബെറിയുടെയാണ് കേട്ടോ അവൾ വാങ്ങിയത്. പിന്നെ അതേപോലെ കുബ്ബൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുബ്ബൂസ് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ പച്ച വെള്ളത്തിൽ അത് മുക്കിയെടുത്തിട്ട് മൈക്രോവേവിൽ ഒരു 1 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട്. ഞാൻ എപ്പോഴും രണ്ടാമത് ആവിയേറ്റെടുക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞ് ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നേഹയാണ് പറഞ്ഞ കുഞ്ഞുമ്മ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഓവനിൽ വെച്ചപ്പോൾ സംഭവം സെറ്റായി. അങ്ങനെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ക്രൊസൻറ്റും പാലും ഒക്കെയാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ അവർ പോയി. ഞാൻ നേരെ സൂമ്പക്ക് പോയി. ഞാൻ നേഹേനെയൊക്കെ ആയിട്ട് സൂമ്പക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഈ കറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം ടയേർഡ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 7:30 ആകുമ്പോൾ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സിറ്റി ബസ് ടൂർ പോവാണ് കേട്ടോ, നമ്മൾ 3 പേരും കൂടിയിട്ട്. അപ്പോൾ സൂമ്പ കഴിഞ്ഞ് അങ്ങനെ നേരെ ഗ്രാൻഡിലേക്ക് ചെന്നപ്പോൾ അവിടെ മാങ്ങയുടെ ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് നേരം കറങ്ങി ഒന്നും വാങ്ങിക്കാൻ വേണ്ടി കയറിയതല്ലെങ്കിലും പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മളൊന്നും വാങ്ങിക്കാനില്ലെങ്കിൽ കൂടി കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യം വരും. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 1 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി അത്യാവശ്യം സമയമെടുത്തു. അങ്ങനെ ഹാസിമിനെ ഞാൻ നേരെ റെഡിയാക്കിയിട്ട് നമ്മളുടെ ബേബി സിറ്റിങ്ങിലാക്കിയിട്ട് അവനെ കൊണ്ട് പോക്ക് നടപടിയാവില്ല. അപ്പോൾ അപ്പോഴത്തേനും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെയും ബേബി സിറ്റിങ്ങിൽ ഇരുത്തിയിട്ട് നമ്മളിതേ മെട്രോയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബസ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായ് മാളിൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ കിസൈസിന്ന് നേരെ ദുബായ് മാളിലേക്കാണ്. ഇവരുടെ ടൈമിങ് വരുന്നത് രാവിലെ 10 തുടങ്ങി വൈകിട്ട് 10 മണി വരെയാണ്. അപ്പോൾ 1 മണി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ടൈം ഓൾമോസ്റ്റ് വൈകിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 40 മിനിറ്റ് കൂടുമ്പോൾ ബസ് വരും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായ് മാളിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഗ്രീൻ ലൈനും റെഡ് ലൈനും അങ്ങനെ എന്താണുള്ളത്. ഗ്രീൻ ലൈൻ ആണെങ്കിൽ നമുക്ക് ഫുള്ള് ബീച്ച് സൈഡ് പോവാം. റെഡ് ലൈൻ ആണെങ്കിൽ നമ്മളുടെ ട്രഡീഷണൽ ഏരിയാസ്, സൂക്കുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഗ്രീൻ ലൈനാണ് കേട്ടോ സെലക്ട് ചെയ്തത്. നമ്മൾ ബിഗ് ബസ് തന്നെയാണ്. 35 ദിർഹംസ് തുടങ്ങിയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബസ്സിൽ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 3 പേരും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ബുക്ക് ചെയ്ത് തന്നത് ഇക്കായാണ് കേട്ടോ, ഓൺലൈനിലാണ് അത് ചെയ്തു തന്നത്. അപ്പം നമ്മൾ ആദ്യം പോയത് നമ്മുടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ഉണ്ടല്ലോ അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട്
ദുബായ് ഫ്രെയിം, അത് കഴിഞ്ഞ് നമ്മളുടെ ഹെറിറ്റേജ് വില്ലേജ് ദേര ട്രഡീഷണൽ സൂക്ക് ഉണ്ടല്ലോ അവിടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലാമർ. ഇങ്ങനെ 4 പ്ലേസുകളാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം മ്യൂസിയത്തിൻ്റെ അവിടെ നമുക്കൊരു ഫോട്ടോ എടുത്താൽ മാത്രം മതിയായിരുന്നു. ഫ്രെയിമിലാണെങ്കിലും അവിടെ ഒരുപാട് നേരം ഒന്നും സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബസ് ഡ്രൈവറെ അങ്ങനെ അങ്ങോട്ട് ചാക്കിലാക്കിയിട്ടോ. അവർ ശരിക്കും നമ്മൾ ഇറക്കിയിട്ട് ഉടനെ തന്നെ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്താൽ മതി, 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് അപ്പോൾ അയാളെ കൊണ്ട് തന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ 40 മിനിറ്റ് നമ്മളവിടെ കറങ്ങിക്കഴിഞ്ഞ് അത്രയും സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ബസ്സിലാണ് ശരിക്കും എല്ലാവരും കയറി വരിക. അപ്പോൾ അവിടെ ഉള്ള ഫ്രീ ആയിട്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നവരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യണേ കേട്ടോ. ഇവർ 2 പേരും ഫ്രീ ആണെങ്കിലും ഞാൻ അത്രയ്ക്ക് ഫ്രീ അല്ലല്ലോ. പിള്ളേരും ഇക്കാടത്താക്കിയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കുറച്ച് സീനാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മതിയാവും കേട്ടോ. ഹാസബിനെ അങ്ങനെ ആർക്കും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 സ്ഥലങ്ങൾ കണ്ടിട്ട് ഞാൻ തിരിച്ച് മെട്രോയ്ക്ക് തന്നെ പോരാമെന്നായിരുന്നു കേട്ടോ പ്ലാന്. അങ്ങനെ ആദ്യത്തെ മ്യൂസിയവും നമ്മുടെ ഫ്രെയിമും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രഡീഷണൽ സൂക്ക് ഉണ്ടല്ലോ ദേരയിൽ, അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ആ ബസ് വിട്ടു കേട്ടോ. ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറിക്കോളാം, അവിടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ അത്യാവശ്യം നല്ല എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സുകളാണെങ്കിലും പർച്ചേസ് ചെയ്യാനും പറ്റിയ നല്ലൊരു ഏരിയ ആയിരുന്നു. അത്യാവശ്യം ഞങ്ങൾ അവിടെ കറങ്ങി. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അങ്ങനെ ഒരു ഷവർമ പോലത്തെ ഒരു റോളും സംഭവങ്ങളൊക്കെ കഴിച്ച് പിന്നെയും കറങ്ങാൻ വേണ്ടിയിട്ട് ഇതേ ഓരോ ഷോപ്പിലേക്കൊക്കെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റിയൊരു ഷോപ്പ് അവിടെ കിട്ടിയിട്ടാണ്, നല്ല പെർഫ്യൂമും പിന്നെ അതേപോലെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം അതേ അവിടെ നോക്കിയപ്പോൾ അതേ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ, ഒരു വലിയ ക്രൂസിൻ്റെ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതേ അവിടെ ബ്രൈഡും ഗ്രൂമും അവിടെ ഇരുന്ന് നന്നായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ദൂരേന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ അങ്ങനെ അതേ ക്രീക്ക് സൈഡൊക്കെ അതേ കുറച്ച് നേരമൊക്കെ വായി നോക്കി നിന്ന് അത്യാവശ്യം ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷോപ്പ് കേട്ടോ. അവിടെ അത്യാവശ്യം നമുക്ക് പറ്റിയ കുറേ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്തായാലും തിരിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞു കുഴപ്പമില്ല കുഞ്ഞുമ, ലാബറും കൂടിയല്ലേ ഉള്ളൂ, അവിടെ കൂടി ഒന്ന് പോയിട്ട് പോവാം, കൊച്ചവിടെ ഉണ്ടല്ലോ, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ എന്താ പറയുക നിർബന്ധിച്ച്. പിന്നെ ഞങ്ങൾ വേഗം അടുത്ത ബസ് നോക്കി നിന്നിട്ട് ആ ബസ്സൊന്നും കാണാനില്ല. കാരണം 40 മിനിറ്റ് കഴിഞ്ഞ് എപ്പോഴാണ് ബസ് വരണേന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റ് ടൈമിംഗ് ഒന്നും ഞങ്ങൾ നോക്കിയില്ല. അങ്ങനെ നമ്മൾ നേരെ ടാക്സി എടുത്തിട്ടാണ് കേട്ടോ ലാമറിൽ പോയത്. ലാമറിൽ ചെന്നപ്പോൾ അവിടെ എന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പകുതി പോർഷനും അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് കത്തിയടിച്ച് നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ കണ്ടിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഓടി ചെന്നപ്പോഴേക്കും ബസ്സിൻ്റെ പാട്ടിന് പോയി. പിന്നെ അവിടെ നിന്ന് നമ്മുടെ നോർമൽ RTയുടെ ബസ് ഉണ്ടല്ലോ അതെടുത്ത് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ടായിട്ടാണ് നമ്മളുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. കിസീസിൽ ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ ടാക്സിക്ക് നേരെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ 1 മണിക്ക് ഇറങ്ങിയെങ്കിലും അത്യാവശ്യം കറക്കവും കാര്യങ്ങളും എല്ലാം നടന്ന് തന്നെ വേണമല്ലോ. നമ്മൾ വണ്ടിക്ക് പോകുമ്പോൾ നമ്മൾ അത്രയും ബുദ്ധിമുട്ടറിയില്ല. ടാക്സിയും ബസ്സൊക്കെ പിടിച്ച് പോകുമ്പോഴാണ് കേട്ടോ അത്രയും നല്ല കഷ്ടപ്പാട് തന്നെയാണ്. പ്രത്യേകിച്ച് പിള്ളേരില്ലാത്തത് കൊണ്ട് അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല, അൽഹംദുലില്ലാ. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, അവരുടെ കൂടെ അത്യാവശ്യം കറങ്ങി. ഞാനൊരു ആദ്യമായിട്ടൊക്കെയാണ് കേട്ടോ ബസ്സിലും മെട്രോയിലൊക്കെ ഇവിടെ അങ്ങനെ ഇറങ്ങുന്നത്. അങ്ങനെ ഇന്നത്തെ കറക്കവും വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.